ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞാൻ എണീക്കുമ്പോൾ ഏകദേശം 9 മണിയായി. അപ്പോഴേക്കും ഏട്ടനും മമ്മിയും ഡാഡിയൊക്കെ കൂടി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് അടയാണ് കേട്ടോ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ അട. എനിക്ക് നമ്മുടെ ഇഡ്ലി ചെപ്പിൻ്റെ തട്ടിലെ ആവി കയറ്റിയ അടയാണ് ഇഷ്ടം. എന്നാൽ ഇവിടെ ഡാഡിക്ക് ഇതുപോലൊരു അടയുടെ മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ അപ്പമാണ് ഇഷ്ടം. ഏട്ടന് ഓട്ടടയാണ് ഇഷ്ടം. അപ്പോൾ 3 പേർക്കും 3 തരത്തിലാണ് മമ്മി അട ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് സാവധാനം വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഈ സൺഡേ മോർണിംഗ് തുടങ്ങിയത്. പിന്നെ പിള്ളേർക്ക് വേണ്ടി ഇതാണ് പീച്ചപ്പം. പീച്ചി എടുക്കുന്ന അപ്പമായതുകൊണ്ട് ഉണ്ടാക്കുന്ന പേരാണ് പീച്ചപ്പം. ചായ കുടിക്കൽ സൺഡേകളിലൊരു ആരവമാണ്. ഒരുപാട് നേരം ഇരുന്നിട്ടാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോഴാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പിന്നെ അടുത്തുള്ളവരുടെയും അല്ലാത്തവരുടെയും ഒക്കെ വിശേഷങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയും കേട്ടോ. ഒരുപാട് സമയം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കും. അത് കഴിഞ്ഞിട്ട് ആ പിള്ളേരുടെ കൂടെയുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിന്ന് വെട്ടുകാട് പോവുകയാണ്. വെട്ടുകാട് ചർച്ചിൽ ഒരുപാട് തവണ പോവാറുണ്ട്. അപ്പോൾ ഡാഡിയും മമ്മിയും ഇതുവരെ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള മ്യൂസിയം പള്ളിയൊക്കെ ആയിട്ടുള്ള സംഭവം കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ അതൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഇന്ന് ഇറങ്ങിയതാണ്. മഴയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ മൂടി കെട്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ താഴെയാണ് ഈ പള്ളി. ഈ വെട്ടുകാട് ചർച്ചിൻ്റെ ഒരുപാട് ഹിസ്റ്ററിയും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അവർ. നമുക്കറിയാത്ത ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഭാഷയിലുള്ള ബൈബിളുകൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ കൈകൊണ്ട് എഴുതിയ ബൈബിളാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഇത് നമ്മുടെ ചെങ്കടലിൻ്റെ മാതൃക അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പം ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഒരു 3D മോഡലിലാണ് കേട്ടോ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെങ്കടലിൻ്റെ ഉള്ളിലുള്ള മീനുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ നിശബ്ദമായിട്ട് വളരെ ഭക്തിയോട് കൂടി തന്നെ കയറേണ്ട ഒരു മ്യൂസിയമാണ് കേട്ടോ ഈ അണ്ടർഗ്രൗണ്ടിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ ചാപ്പലും ഒരു കുഞ്ഞ് പള്ളിയും ഒക്കെ അവർ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ എന്തായാലും കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു സ്ഥലമാണ്. ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാത്തത് അവിടെ കാണിച്ചു തരുന്നുണ്ട് അവർ. പിന്നെ എല്ലാത്തിൻ്റെയും ഹിസ്റ്ററിയും വ്യക്തമായിട്ട് തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ആ വെട്ടുകാട് ചർച്ചിൻ്റെ ആദ്യ മോഡലുകളും ആദ്യത്തെ രൂപവും അവിടുന്ന് എങ്ങനെ ഇപ്പോഴത്തേക്കുള്ള രൂപമായി എന്നുള്ളതും ഒക്കെ അവർ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മോഡലുകളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പഠിക്കാനും കാണാനും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു മ്യൂസിയമാണിത്. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ഈ മ്യൂസിയം ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഹിഡൻ പ്ലേസ് ആണ്. അപ്പോൾ വെട്ടുകാട് ചർച്ചിൽ വരികയാണെങ്കിൽ ഇത് കാണാൻ മറക്കല്ലേ കേട്ടോ. ഇതുപോലത്തെ കൊച്ചു കൊച്ചു വ്ളോഗുകൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.